ഈ വീഡിയോയുടെ തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വലിയൊരു സംശയമുണ്ടാവും, ആരാണ് ഈ സിദ്ധപ്പായി എന്നുള്ളത്. ആ പേര് നിങ്ങൾ ഒരു സാങ്കല്പികമായിട്ട് എടുത്താൽ മതി, പക്ഷേ അത് യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി എങ്ങനെയാണ് പ്രിയപ്പെട്ട വി.ഡി. സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി മാറിയത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും തന്നെ വളരെ ക്ഷമയോടെ ഇത് കേൾക്കേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഇതിൽ ഈ സിദ്ധപ്പായി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകളുമായി, സുഹൃത്തുക്കളുമായിട്ടൊക്കെ മദ്യപിക്കാൻ വേണ്ടി ബാറിൽ വരുമായിരുന്നു. അപ്പോൾ മദ്യപിക്കാൻ വേണ്ടി ബാറിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കിയിരുന്നുണ്ട്. ഞാൻ ബാറിൽ പോകാത്ത ഒരാളാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അന്ന് ബാറിൽ പോകുന്ന നിരവധി സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 പേര് കൂടി ഇങ്ങനെ ഒരു ടേബിളിൽ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. വൈറ്റ് ലൈനിലുള്ള ഒരു ബാറാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ബാറിൻ്റെ പേര് അലങ്കാർ എന്നാണ്. അങ്ങനെ ഒരു ബാറും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ആ ബാറിൽ പുള്ളി ഇരുന്ന് മദ്യപാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബില്ല് വരുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. കാരണം ഈ കസേരയോടുകൂടി ഈ പുള്ളി മറിഞ്ഞ് പുറകിലേക്ക് വീഴും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കസേരയോട് കൂടി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം കസേരയോടുകൂടി പുറകിലേക്ക് വീണാൽ സാധാരണ തല പൊട്ടുകയോ വലിയ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കസേരയോടുകൂടി പുറകിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ തൊട്ട് സൈഡിലിരിക്കുന്ന 3 പേരും, ഇദ്ദേഹം ഒരാൾ സാധാരണ മറിഞ്ഞു വീഴുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവുകയും നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യില്ലേ, ഇത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇവർ 3 പേരും വളരെ കൂളായിട്ട് ഇങ്ങനെ നോക്കിടാ വീണല്ലോ സ്വാഭാവികം എന്നുള്ള നിലയ്ക്ക് ഇരുന്ന് അവർ പിന്നെയും ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് പതുക്കെ എന്ത് ചെയ്തു, അവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് മറ്റേ മദ്യമൊക്കെ കഴിച്ച് അതിനുശേഷം ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് അവർ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് എഴുന്നേറ്റ് പോകാൻ വേണ്ടി പോകുമ്പോൾ വിൻസിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കും. ആ സുഹൃത്ത് നേരത്തെ ക്രിക്കറ്റ് കളിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു സുഹൃത്താണ്. പേര് നിങ്ങൾ വിൻഡി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളി ആ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഈ മറിഞ്ഞു വീണ സിദ്ധപ്പായി അറിയാം, അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ അറിയാം. അപ്പോൾ ഇത് കണ്ടിട്ട് ബെൻസിലിന് ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ ബെൻഡി എന്ന് വിളിക്കുന്നവന് ഭയങ്കര ബുദ്ധിമുട്ടായി. അമ്മ എന്നിട്ട് എഴുന്നേറ്റ് എന്ന് ഇവരോട് തർക്കിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് താഴെ വീണിട്ടും നിങ്ങളെന്തൊരു പോക്കൃത്തരമാണ് ഈ കാണിക്കുന്നത്, നിങ്ങളൊന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയോ ഒന്നും മൈൻഡ് ചെയ്യുകയോ പോലും ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൂളായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ മുഖത്തൊന്നും അപ്പോഴും ഒരു ഭാവവ്യത്യാസമില്ല. അവർ പറഞ്ഞു അത് കുഴപ്പമില്ല മോനെ, ഇവരെക്കാൾ പ്രായമുള്ളവരാണ്, അത് കുഴപ്പമില്ല, പുള്ളി കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് മുക്കോളും, അത് മോനെ അറിയാൻ പാടില്ലാണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോഴും ഇവന് അവരോട് ചൂടായി പിന്നെ ദേഷ്യപ്പെടാനുള്ള മടി മൂലം ഇവൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഇവൻ എന്തോ ബിയറൊക്കെ കഴിച്ചിട്ട് അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ ഇവൻ തന്നെ എന്നോട് അത്ഭുതത്തോടെ പറയുന്നൊരു കാര്യം, ഇവരൊക്കെ കൂടി ആ ബില്ല് സെറ്റിൽ ചെയ്തു. അപ്പോൾ ബില്ല് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ പുള്ളി എഴുന്നേറ്റോളും എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, ഈ കിടക്കുന്ന പുള്ളീനെ അപ്പോഴും വിളിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ബാറിലെ ബാക്കിയുള്ള സപ്ലൈസ് ഒന്നും നോക്കുന്നില്ല. അവരൊക്കെ പുള്ളിയുടെ കിടക്കുന്നു. നേരെ എന്ത് ചെയ്തു, ഇവർ പുള്ളീനെ കവച്ച് വെച്ചുകൊണ്ട് നേരെ എല്ലാവരും പുറത്തേക്ക് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബെൻസിൽ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിദ്ധപ്പായി ഒരു കണ്ണ് തുറന്നിങ്ങനെ നോക്കുന്നതാണ്. അതായത് പുറകിലേക്ക് വീണിട്ടും പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ല. പുള്ളി ഒരു കണ്ണിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. പിന്നെ 2ാമത്തെ കണ്ണും കൂടി തുറന്നു. പുള്ളി നേരെ കൂളായിട്ട് ചാടി എണീറ്റ് പുള്ളി പോയി. അപ്പോൾ കാര്യം എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ആ ബില്ല് കൊടുക്കാതിരിക്കാനുള്ള ഒരു അഭ്യാസമാണ് കാണിച്ചത്. പക്ഷേ എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അഭ്യാസമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പല രീതികളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും ഈ സിദ്ധപ്പായുടെ ശിഷ്യനാണോ ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് തോന്നും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ആ കാരണമെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും മനസ്സിലാകുമെന്ന് അറിയാമായിരുന്നിട്ടും ഇതുപോലെ, അതായത് ചുറ്റുമുള്ള ആളുകൾക്കും ആ ബാറിലെ ആളുകൾക്കും പുതിയതായിട്ട് വരാത്ത എല്ലാവർക്കും ഇയാളുടെ അഭ്യാസമാണ്, ഇയാൾ ഇതുപോലെയുള്ള വേഷം കെട്ട് കാണിക്കുമെന്നൊക്കെ അറിയാമായിരുന്നിട്ടും പുള്ളി നിരന്തരമായി ഈ അഭ്യാസം തന്നെ കാണിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിലാണ്. അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട വി.ഡി. സതീശനും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം നമ്മളോട് ചില നുണകൾ, പച്ചയായ നുണകൾ ഈ 1 മാസത്തിനകം തന്നെ നിരവധി തവണ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട നുണ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ, വഖഫ് ബോർഡിലേക്ക് എൻട്രി ചെയ്തു പോയി ഡാറ്റ, ഇല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനെ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേനെ എന്നുള്ളതാണ്. 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് ഒരു സെക്ഷൻ പ്രകാരം കേരള ഗവൺമെൻറ് ഒരു ഉത്തരവടിച്ച് വഖഫ് ബോർഡിന് കൊടുത്താൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരുന്നത്. പക്ഷെ പുള്ളി അതിൽ മറച്ചു വെച്ചൊരു കാര്യം,
അങ്ങനെ ഉത്തരവടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്നൊരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയും യഥാർത്ഥത്തിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ആദ്യമേ തന്നെ നുണ പറയുകയും ആ നുണ പറഞ്ഞ് അവരുടെയൊക്കെ വോട്ട് മേടിക്കുകയും അതിനുശേഷം ഭരണത്തിലേറിയപ്പോൾ പുള്ളി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അഭ്യാസം കണ്ടുപിടിക്കുകയും ചെയ്തു. അതാണ് വഖഫ് ബോർഡിൻ്റെ പോർട്ടലിലേക്ക് ഇതെല്ലാം എൻ്റർ ചെയ്തു പോയി എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന 2019 തന്നെ വഖഫിൻ്റേതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള റഷീദ് അലി തങ്ങളിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം, അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിയെല്ലാം തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യലാണ്, രജിസ്റ്റർ ഒന്നും ചെയ്യലല്ല. ആ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂ? എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. പക്ഷേ നമ്മളെപ്പോലെ ഈ പറയുന്ന പോലെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുള്ള 3 പേരെയും സിദ്ധപ്പായി മണ്ടനാക്കിയതുപോലെ തന്നെ ഈ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കാം എന്നുള്ളതാണ് സതീശൻ വിചാരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത് പുള്ളി പറഞ്ഞ മോഡിഫിക്കേഷൻ കാര്യമാണ്. ഈ മോഡിഫിക്കേഷൻ ചെയ്തു അല്ലെങ്കിൽ ഇനി മുതൽ പിടിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ പണമാണ് ഇപ്പോൾ ഇതേവരെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓടിച്ചിട്ട് പിടിച്ച് ഈടാക്കിയേക്കണത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അദ്ദേഹം പോണ പോക്കിൽ എനിക്ക് പറഞ്ഞ ബൈജു നായരുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനൊരു ഐഡിയ തോന്നി ആ വോട്ടും കൂടി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് കേന്ദ്ര നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പുള്ളി എന്താണ് പൂക്കി മോഡിഫിക്കേഷനുള്ള അനുമതികൾ കൊടുക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ പുറത്ത് ഇപ്പോൾ എന്തായി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞു, വഖഫും അതുപോലെ തന്നെ ഇതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് വന്നത്, സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണെന്നാണ് പറയുന്നത്. ഞാൻ മറ്റാരുടെയും വീഡിയോ കോട്ട് ചെയ്യുന്നില്ല. അങ്ങേറ്റം സതീശ ഭക്തനും അതുപോലെ തന്നെ സതീശ മേനോൻ ഭജൻസിൻ്റെ മുഖ്യ ഗായകനുമായിട്ടുള്ള നമ്മുടെ മറുനാട് ഷാജൻ സ്കറി തന്നെ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ അതിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഷാജനെയാണ് വിശ്വാസം. അപ്പോൾ ഷാജൻ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള നിരവധി സർവീസുകൾ അതിൻ്റെ സൈഡിൽ ഓർഡിനറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുകയും കേവലം സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി, പക്ഷേ നടത്തിയില്ല എന്ന് ചോദിച്ചാൽ നടത്തിയില്ല എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ഇത് ക്യാമറയിലൂടെ നമ്മൾ കണ്ട വിവരമാണ് എന്ന് മാത്രമല്ല, ചില ബസ്സുകളിലേക്ക് പുറത്ത് ഇപ്പോഴും ഓർഡിനറി എന്നും തൊട്ട് ആളുകൾ കയറാൻ ചെന്ന് നിൽക്കുന്ന ഡോറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് സിറ്റി ഫാസ്റ്റ് എന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ അതിലുള്ള ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തന്നെ നമ്മളോട് നുണ പറയുകയാണ്, ഇത് കുറേ ദിവസം പൊട്ടിച്ചതാണ്, കുറേ ദിവസം മുമ്പല്ല, അന്ന് രാവിലെ ഒട്ടിച്ച സ്റ്റിക്കറാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി, എന്നാൽ യഥാർത്ഥത്തിൽ അത് നേരെക്കും മര്യാദക്കും നടത്താതെ ഒരു അഭ്യാസ പ്രകടനം നടത്തുകയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ PM ശ്രീ പദ്ധതി ഇന്നലെ വന്നത്. അപ്പം ഞാൻ വളരെ സാഗൂതം അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനം കേൾക്കുകയായിരുന്നു. കാരണം ഒരു നുണയൊക്കെ കേൾക്കുന്ന നമുക്കൊരു തമാശയായിട്ട് എടുത്താൽ മതിയല്ലോ, രസകരമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ PM ശ്രീയിലും അദ്ദേഹം 3 കള്ളങ്ങൾ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 3 കള്ളങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് വേറെ രക്ഷയില്ല, നമുക്ക് തുടർന്നേ പറ്റുന്നതാണ്. എന്ത് തുടരാൻ? ഒരു MOU സൈൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആ MOU സൈൻ ചെയ്തിട്ട് 19 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളത് നടപ്പാക്കുന്നില്ല, കെപ്റ്റിൻ അബയൻസ് ആണെന്ന് പറഞ്ഞു. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞേക്കുന്നത് കേരളം ഇത് നടപ്പാക്കുമോ ഇല്ലയെന്ന് അറിയില്ലെന്നാണ്. ചിലപ്പോൾ നടപ്പാക്കാമെന്നാണ്, എന്നാണ് പറഞ്ഞേക്കണം. ഇനി അതും പോട്ടെ, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പുള്ളി മറച്ചു വെച്ചുകൊണ്ട് പുള്ളി ഒറ്റ കള്ളം അങ്ങനെ അടിക്കുകയാണ്. PM ശ്രീയിൽ ഇനി വേറെ വഴിയില്ല, ഒപ്പിട്ട് പോയി. അതുകൊണ്ട് മറ്റേ മുനമ്പ് വിഷുവിൽ പറഞ്ഞ പോലെ തന്നെ പുള്ളി അഭ്യാസം പറയുകയാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ പുള്ളി പറയുന്ന അടുത്ത പാചകം കെട്ടി ഞാൻ പിന്നെയും ഞെട്ടി. ഞാൻ വിചാരിച്ചു ഒരു നുണ കൊണ്ട് തീരുമാനിക്കും, കാരണം ഒരു നുണ അലൗഡ് ആണല്ലോ, പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പുള്ളി പറയുന്നത് ഇല്ല, കേരളം അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ കത്തയച്ചിട്ടില്ലെന്നാണ്. കത്തയച്ചിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റും കത്തും അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ഫേസ്ബുക്കിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, വായിച്ചും കേൾപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കള്ളം പറയുന്നതെന്നാണ്, കള്ളമെന്ന് പറയാൻ പാടുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട സ്മൃതി പരുത്തിക്കാട് പറഞ്ഞേക്കണത്. അവർ പറഞ്ഞേക്കണത് കള്ളമെന്ന് പറയരുത്, സതീശൻ പറയുമ്പോൾ അത് അസത്യമാണ്, വേറെ ആരെങ്കിലും നുണ പറഞ്ഞാൽ മാത്രമേ നമ്മൾ കള്ളം പറയാൻ പാടുള്ളൂ എന്നാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്തത് പുള്ളി പറയുന്ന വീണ്ടും ഒരു അടുത്ത തള്ളുകൂടി പറയാണ്, അത് പണം വാങ്ങി എന്നാണ് പറഞ്ഞേക്കണം. അതെ, ഏതിൻ്റെ പേരിൽ? ഈ പറയുന്ന PM ശ്രീയുടെ പണം വാങ്ങി കേരളം എന്നാണ്. PM ശ്രീയുടെ പണം 1 രൂപ പോലും ഇതേവരെ കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സതീശൻ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുത്. സതീശനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, താങ്കൾ സിദ്ധപ്പയുടെ ശിഷ്യനായിരിക്കാം ഒരുപക്ഷെ, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ആ മറ്റേ കസേരയുടെ
ചുറ്റുമിരുന്ന 3 ആളുകളുടെ കൂട്ടത്തിൽ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും പെടുത്തിക്കളയല്ലേ എന്ന് മാത്രമേ എനിക്ക് താങ്കൾക്ക് പറയാനുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കണ്ണടച്ച് കിടന്നതിന് ശേഷം താങ്കൾക്ക് എന്ത് ചെയ്യാം, കണ്ണു തുറന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മിടുക്കനായി എന്ന് പറയുന്ന തോന്നലുണ്ടെങ്കിൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇപ്പം ചെറുതായി ആളുകൾക്ക് തനി സ്വരൂപം മനസ്സിലായി വരികയാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് തന്നെ നല്ലത്. ഞാൻ വളരെ സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടി താങ്കളോട് പറയാണ്, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. മുഴുവൻ നുണകളും ആളുകൾ വിശ്വസിക്കുമെന്ന് വിചാരിക്കരുത്. പണ്ടൊരു പ്രസംഗത്തിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്ഥലത്തേക്കാണ് കയറി ചെന്നു, അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര വൈബാണല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ചില നുണയൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നുണകളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പം താങ്കൾ ഇരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയുടെ സീറ്റിലാണ് എന്നുള്ളത് മറന്നു പോരുത്. പഴയ സിദ്ധപ്പായുടെ അടുത്ത് പഠിച്ച അഭ്യാസങ്ങൾ മുഴുവനായും ഇറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് താങ്കളോടുള്ള അപേക്ഷ.